ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെട്ട മേനോന്റെ സ്വന്തം സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പാൽപ്പൊടി ബിസിനസ്സുകാരനെ കുറിച്ചും ഒരു നല്ല വിശദീകരണം വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്ക് അയാളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അന്ന് നവകേരള സദസ്സ് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പെരുമ്പാവൂർ വെച്ചുണ്ടായ ലാത്തി ചാർജിലാണ് എനിക്ക് ബന്ധമുണ്ടായത്രേ. അതിന് കാരണക്കാരനാരാണ്? പിണറായി വിജയനാണത്രേ. അതിനുശേഷം നമ്മൾ തമ്മിൽ ഹായ് ബൈ ബന്ധങ്ങളല്ലാതെ മറ്റൊരു ബന്ധമൊന്നുമില്ല. ഒരു തവണ എന്തോ വീട്ടിൽ പോയി 1-2 തവണ കണ്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ മറ്റേ പഞ്ചസാര കച്ചവടോ അല്ലെങ്കിൽ കർക്കണ്ട് പോലത്തെ എന്തോ സാധന കച്ചവടോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാർത്ത കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ ഇത്ര നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തെയാണോ നിങ്ങൾ എന്നെ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നത്? കഷ്ടം തന്നെ കേട്ടോ. ആ മോഡലിലുള്ള ആ നായകനൊന്ന് കേട്ടെ. അതേപോലെ തന്നെ മറ്റ് താങ്കൾക്കെതിരായ കാർഡുകൾ റീൽസുകൾ നീക്കം ചെയ്തു. അത് താങ്കളുടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൃശ്യം കണ്ടല്ലോ എങ്ങനെ. ആകെ അന്ന് തല്ലുകൊണ്ടപ്പോൾ അവിടെ വച്ചിട്ട് ഞാൻ ഒന്ന് ഫോണിൽ വിളിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ വീട്ടിൽ പോയി കണ്ടു. അതിനുശേഷം 1-2 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ടെന്നല്ലാതെ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല. എനിക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ആളേ ഇല്ല. എൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം തനിയെ കുറെ പേര് ഇഷ്ടത്തോടു കൂടി അങ്ങ് ചെയ്യുന്നതാണ്. കുറച്ച് സുക്കർബർഗ് കൂടെ ചെയ്യും. കാര്യം ആ വാർത്താ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിലും അതിൽ ലൈവ് കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ സുക്കർബർഗിന് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ അത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇടുന്നു, അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നു. അങ്ങനെ ഞാൻ ഇതിനൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ വരുന്നത്? ഇതൊക്കെ വെറുതെ. ഞാനെന്ന് പറഞ്ഞ സത്യസന്ധനും തറവാടിയും യാതൊരു തരത്തിലും കള്ളവും പറയാതെ നേരായ വഴിയിലൂടെ നടക്കുന്ന ഒരു ശുദ്ധ മനസ്കനാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ഇതൊക്കെ കണ്ടിട്ടാണോ ഇവർക്ക് കൂടി എന്നെ കുറ്റം പറയുന്നത്? ഞാനൊരു വളരെ നിഷ്കളങ്കനാണ്. ഇങ്ങനെയൊക്കെ വളരെ പാവം പോലെ സംസാരിക്കുന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മേനോന്റെ ഈ നമ്പർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് എല്ലാം മണി ചെയിൻ തന്ത്രമാണ്. ആ മണി ചെയിനിൽ എങ്ങനെയാണ് ആൾക്കാരെ വീഴ്ത്തിക്കേണ്ടത്? നാക്കുകൊണ്ടും പറച്ചിൽ കൊണ്ടും ഭവ്യത അഭിനയിച്ചുകൊണ്ടാകണം. അത് നല്ല അന്തസ്സായിട്ട് വൃത്തിക്ക് മേനോൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ?